ഹായ് ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് രാമചന്ദ്രനിലോട്ടാണ്. ഇത് അട്ടക്കുളങ്ങര, അതായത് കിഴക്കേക്കോട്ടയ്ക്ക് അപ്പുറത്തുള്ള അട്ടക്കുളങ്ങരയിലാണ് ഈ രാമചന്ദ്രനുള്ളത്. നമ്മൾ എല്ലാ തവണയും മെറ്റീരിയൽസ് ഇങ്ങനെ എടുക്കുന്നത് കാണിക്കുമ്പോൾ ഒരുപാട് കമൻസ് വരാറുണ്ട്, ഇത് എവിടുന്നാന്ന്. അപ്പോൾ അത് ഞങ്ങൾ എടുക്കുന്നത് ഇവിടുന്നാണ്, രാമചന്ദ്രൻ. നമുക്ക് എല്ലാം കിട്ടും കേട്ടോ ഇവിടുന്ന്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ മെറ്റീരിയൽ സെക്ഷനിലോട്ടൊന്നും പോകുന്നില്ല, ഒട്ടും സമയമില്ലായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ അല്ലാതെ വാങ്ങാനുണ്ടായിരുന്നു. അത് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് ഈ കുറച്ചുകൂടെ കഴിയുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെയാണെങ്കിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ചില സമയത്ത് പോകുമ്പോൾ നല്ല നല്ല വിലക്കുറവിൽ അല്ലെങ്കിൽ നല്ല അഫോർഡബിളായിട്ട് നമുക്ക് സാധനങ്ങൾ കിട്ടും. പക്ഷേ ചില സമയത്ത് പോകുമ്പോൾ കളക്ഷൻ എല്ലാം തീർന്ന് നമുക്ക് ബാക്കി വരുന്ന തുണികളാണ് കിട്ടുന്നത്. എന്നാലും ഒരുപാട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു കിറ്റ് സാധനമായിട്ട് വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചതെന്ന് ഈ കൊച്ച് ഓരോന്നായിട്ട് എടുത്തെടുത്ത് കാണിച്ചു തരുവേ. ആദ്യമായിട്ട് ഈ കൊച്ച് എടുക്കുന്നില്ലേ, ഈ കൊച്ച് ഇങ്ങനെയാണ്, ഭയങ്കര ലാഗാണ് എന്നെക്കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാനായിട്ട്. ആദ്യം ഈ ഒരു ടീഷർട്ടാണ്. ഈ ടീഷർട്ടിന് എത്രയായിരുന്നു വില? ഇതിന് 299 രൂപയോ 300 രൂപ അതിനകത്താണ്. 300-നകത്താണല്ലോ, അത്രേ ഉള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ 299 രൂപ 999 രൂപ ആ കണക്കൊക്കെ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. ഈ 1 രൂപ കുറച്ച് ശരിക്കും പറഞ്ഞാൽ അത് അവരുടെ ട്രിക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കറക്റ്റ് 400 രൂപ എന്ന് പറയുന്നതിന് പകരം 399 രൂപ എന്ന് പറയുന്നത്. ചിലപ്പോൾ 400 രൂപയായിട്ടായിരിക്കും നമ്മളിന്ന് വാങ്ങുന്നത്. ശരി. ഇതാണ് രണ്ടാമത്തെ ഉടുപ്പ്. എൻ്റെ വാചകം രണ്ടാമത്തെ ഉടുപ്പിലൊന്നും പറയാൻ പറ്റില്ല. അതിന് ചേർന്നൊരു ജീൻസ് കൂടെ എടുത്തിട്ടുണ്ട്, അത് പിന്നീട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഉടുപ്പ്. ഇതിന് എത്ര രൂപയായി? ഇതിന് 499 രൂപ എന്തോ ആയി. ഇതിൻ്റെ മെറ്റീരിയൽ കുറച്ചുകൂടെ രസമുള്ള മെറ്റീരിയലാണ്. 499 രൂപയാണ് ഇത്. എനിക്ക് പേഴ്സണലി കുറച്ച് ഇഷ്ടപ്പെട്ടതാണ്. ഈ കൊച്ചിന് ഇഷ്ടപ്പെട്ടതാണ്. ഇത് ഞാൻ വേണ്ടെന്ന് പറയും, എനിക്ക് ഇഷ്ടമേ അല്ല. പക്ഷേ ഈ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. അത് അങ്ങനെ സ്റ്റൈൽ ചെയ്യാം, ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഈ കൊച്ച് എപ്പോഴും ഇത് എടുക്കാറുണ്ട്. ഇതൊരുമാതിരി എന്തോ പോലെ ഇരിക്കുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതാണ്. ഇതിന് എത്ര രൂപയായത്? ഇതിന് 399 രൂപ, 400 രൂപ അത്രയാണ് ഇതിനായത്. ശരി, ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി എന്താണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്? നമ്മളിതാ പാൻ്റാണ് ഗെയ്സ് കാണിക്കാൻ പോകുന്നത്. ഈ കളറുള്ള പാൻ്റല്ലേ, ഈ ബാഗി പാൻറ്റ് പോലത്തെ കളറുള്ള പാൻ്റല്ലേ ഇപ്പോൾ ട്രെൻഡ്. അങ്ങനെ 2-3 വാങ്ങിച്ചിട്ടുണ്ട്. അതായത് ജീൻസിൽ നിന്നൊരു മോചനം കൊടുക്കാനായിട്ട് ഇതൊരെണ്ണം വാങ്ങിച്ചു. ഇതിന് എത്ര? 600 രൂപയ്ക്കകത്തേ ആയിട്ടുള്ളൂ. 4 പോക്കറ്റൊക്കെ ഉണ്ട്. നല്ല സുഖമാണ് ഇതിടാൻ, നല്ല സുഖമായിരുന്നു. ഇട്ട ലുക്ക് ഇങ്ങനെയാണ്. ഇതും ആദ്യത്തെ കാണിച്ചില്ലേ അമ്മിക്കയുടെ ഉടുപ്പൂടെയാണ് ഇട്ടിട്ടുള്ളത്. ഈ കൊച്ചാണ് ഫസ്റ്റ് അരങ്ങിലേക്ക് എത്തിയിരിക്കുന്നത് ഗെയ്സ്. നല്ല സുഖമായിരുന്നു, രണ്ടും ഭയങ്കര സുഖമായിരുന്നു. ഞങ്ങൾ ഇതുപോലത്തെ ടീഷർട്ട് മുമ്പ് ഇവിടുന്ന് മേടിച്ചിട്ടുണ്ട്, കുറേ നാളിടാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ പോയി തന്നെ ഡ്രസ്സ് എടുക്കുന്നത്. ഇത് രണ്ടാമത്തെ ജീൻസാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇച്ചിരി വിലയായി കേട്ടോ. എല്ലാ തവണയും 500-600 ആ റേറ്റിന് കിട്ടിയില്ല. ഇത് 899 ആയിരുന്നേ. പക്ഷേ സംഗതി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഒരു 6 പോക്കറ്റ് ഉണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഈ പോക്കറ്റ് ഒരുപാടുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മൾ മറ്റേ കാണിച്ച ഉടുപ്പും കൂടെയാണ് ഇട്ടേക്കുന്നത്. ഭയങ്കര രസമായിട്ട് തോന്നി, കൊള്ളയൊക്കെ ചെയ്യാം, നല്ല രസമുണ്ട്. പാൻറ്റ് നല്ല ലുക്കാണ്, നമുക്ക് നല്ല കംഫർട്ടബിളാണ്. പിന്നെ അധികം ചീത്തയായി പോവില്ല. ഞങ്ങൾ 5-6 വർഷം വരെ ഉപയോഗിച്ചിട്ടുണ്ട് ജീൻസ്. അങ്ങനെ ഇതാണ് അത്. കൊള്ളാമെന്ന് തോന്നുന്നു, കൊള്ളാം. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വേറൊരു പാൻറ്റാണ്. ഈ കൊച്ചിങ്ങനെ പരതുന്ന കണ്ടാൽ കുറേ എന്തൊക്കെയോ എടുത്തിട്ട് ഇങ്ങനെ പരതും പോലെ. ആകെ 5-6 ഡ്രസ്സേ ഉള്ളൂ, അതിൽ നിന്നാണ് ഇങ്ങനെ പരതി എടുക്കുന്നത്. ഇതാണ് നമ്മുടെ അടുത്ത പാൻറ്റും. ഇതും തീരെ കട്ടി കുറവാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ കൊച്ചിൻ്റെ ഇഷ്ടത്തിന് എടുത്തതാണ്. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇടാൻ രസമാണ്. ഇതിന് എത്ര രൂപയാണ് വില? 499 രൂപയാണ്. ശരിക്കും പറഞ്ഞാൽ ഡമ്മി കിടന്നത് ഈ കൊച്ച് പോയി ചോദിച്ച് വാങ്ങിച്ച ഡമ്മിയിൽ നിന്ന് ഊരി എടുപ്പിച്ചുകൊണ്ട് വന്നതാണ്. ഇങ്ങനെയാണ് ഇടുമ്പോൾ കിട്ടുന്നത്. നല്ല രസമാണ്, നല്ല ഇടാനായിട്ട് ഭയങ്കര കംഫർട്ടബിളാണ്. അധികം കട്ടിയൊന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് ഇട്ടുകൊണ്ട് നടക്കാം. ഈ ഒരു വെള്ള ടോപ്പിൻ്റെ കൂടെയാണ് ഈ കൊച്ചെടുത്തിട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ടപ്പോൾ കുറച്ചുകൂടെ രസമായിട്ട് തോന്നി. എനിക്ക് തോന്നുന്നു എല്ലാ ഉടുപ്പിൻ്റെ കൂടെ അങ്ങനെ ചേരൂല, കുറച്ച് സെലക്റ്റീവാണ് ഈ പാൻറ്റ് എന്നാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും 2 പോക്കറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ശരി, അടുത്തത് വേറൊരു ജീൻസാണ്. ഇതിന് ഡെനിമാണ്. ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ള മറ്റേ
പക്കറ എന്നൊക്കെ നമ്മൾ പറയും, വലുത്. അങ്ങനെ വലിയൊരു ജീൻസാണ് ഇത്. പക്ഷേ ഇത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ കൂടെയാണ് വേറൊരു ഉടുപ്പ് മേടിച്ചത്. ഈ ഉടുപ്പ് അതിൻ്റെ കൂടെ ഇടാനാണ് മേടിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഒരമ്മ പറ്റ മക്കളെ പോലെ ഉണ്ടെങ്കിൽ ഇത് ഞങ്ങൾ രണ്ട് ദിക്കിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. ഉടുപ്പ് അങ്ങേ അറ്റത്തുനിന്നും പാൻറ്റ് തുലങ്ങേ അറ്റത്തുനിന്നുമാണ് കിട്ടിയത്. പക്ഷേ ഇട്ടപ്പോൾ നല്ല മാച്ചായിട്ട് തോന്നി. പാൻറ്റിന് കുറച്ചൊന്ന് ഇറക്കം അടിക്കണം. എനിക്ക് ഈ കൊച്ചിനത് കറക്റ്റ് ആണെങ്കിൽ എനിക്ക് കുറച്ച് വലുതാണ്. ഇതാണ് നമ്മുടെ അവസാനത്തെ ഉടുപ്പ്. പാവം അതിലിടാൻ മാത്രം പാൻറ്റ് ഇല്ല. അങ്ങനെ ആദ്യത്തെ മറ്റേ പാൻറ്റ് തന്നെ ഞാനിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഈ ഉടുപ്പ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു. ഇടാനും ഈ തുണി കുറേ നാൾ, എനിക്ക് ഇങ്ങനെയുള്ള തുണികൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എത്ര നാളിട്ടാലും ഇത് ചീത്തയായി പോകില്ല. കുറേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾക്ക് വാങ്ങിച്ച സാധനങ്ങൾ. ഇനി എന്തൊക്കെയാണുള്ളത്? ഇനി പോയ പോക്കിന് മമ്മിക്ക് 2 ചുരിദാർ മേടിച്ചു. അതാണിത്. ഇതൊന്ന് ചുവപ്പും നീലയും, ഭയങ്കര കളർ കോമ്പിനേഷൻ അല്ലേ, അവിടെ ഉണ്ടായിരുന്നല്ലേ, ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇത്. ഇനി അടുത്തത് വേറൊരു വയലറ്റാണ്, ഒരു പാർട്ടി വെയർ പോലത്തെ ഒരു സംഭവം, കുറച്ച് സീക്വൻസും മുത്തൊക്കെ ഉള്ളത്. ഇനിയിപ്പോൾ മമ്മിക്കായിട്ട് ഇനിയിപ്പോൾ എന്തിനാണ് വെറുതെ കുറയ്ക്കുന്നത്? അതുകൂടെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഷോളാണ് കൊച്ചെടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനല്ല പ്രധാന ഉദ്ദേശം, ആ കട കാണിച്ചു തരിക. പിന്നെ അവിടുത്തെ ഇനി മെറ്റീരിയൽ സെക്ഷൻ ഞങ്ങൾ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ. വീഡിയോ